2 വർഷം പിന്നിടുന്ന ഗാസ യുദ്ധം ഇത് അവസാനിപ്പിക്കാനായിട്ട് ഹമാസിൻ്റെ മുമ്പിൽ അമേരിക്ക ഒരു 20 ദിന പദ്ധതി വെച്ചു. അത് അംഗീകരിക്കാനുള്ള അവസാന സമയം എന്ന് പറയുന്നത് ഞായറാഴ്ച അർദ്ധരാത്രി. എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച അമേരിക്കൻ സമയം 6 മണിയാണ്. ഇപ്പോൾ ഹമാസ് പറയുന്നത് ഞങ്ങൾ ഭാഗികമായി അംഗീകരിക്കാം, അത് അധികാരത്തിൽ നിന്ന് പിന്മാറാം, ബന്ദികളെ വിട്ടു നൽകാം, ഇതൊക്കെ പറയുന്നു. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പലസ്തീൻകാരുമായിട്ട് ആലോചിച്ചേ തീരുമാനിക്കാൻ പറ്റൂ. ഇതൊരു മുട്ടാത്തർക്കമായില്ലേ? ശരിക്കും അങ്ങനെ തന്നെയാണ്. കാരണം ഈ വെടിനിർത്തൽ എന്ന് പറഞ്ഞ സിനിമ എന്തുവാ, താൽക്കാലത്തേക്കുള്ള ഒരു സംവിധാനം എന്നേ പറയാൻ പറ്റും. അതെ അതെ, താൽക്കാലിക ഏത് സമയം വേണമെങ്കിലും വെടിനിർത്തൽ പറയുന്ന ഈ ഹമാസിനും ലംഘിക്കാം, ഇസ്രായേലിനും ലംഘിക്കാം. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുള്ള ഒരു ഇത്. ഇപ്പം ഇതിനകത്ത് ഈ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു വെടിനിർത്തലിൻ്റെ ആവശ്യമുണ്ട്. അതിന് മിഡിൽ ഈസ്റ്റിൽ അവർക്ക് ചില ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനാണ് ഈ ഇടയ്ക്കിടയ്ക്ക് വെടിനിർത്തൽ. ഇതിനകത്തിപ്പോൾ ഈ ഹമാസ് ആരോടായി പറയുന്നത് പോലെ ഞങ്ങൾ തീരുമാനം പറഞ്ഞേക്കുന്നത് ഇടനിലക്കാരനായിട്ടുള്ള ഖത്തർ, ഈജിപ്റ്റ്, മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞ എന്തോ, ഇനിയും ഖത്തറിനെ ആരെങ്കിലും തൊട്ടാൽ ഞാൻ നേരിട്ട് ഇടപെടും. അതിന് ആരാ തൊടാൻ ചെല്ലുന്നത്? തൊടാൻ ചെന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ അമേരിക്കയുടെ ആരാ? അപ്പൊ അമേരിക്ക പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഇസ്രായേൽ. അതെ, ഇപ്പൊ ഇതിനകത്ത് വെടിനിർത്തലിന് ഇവർ വെച്ചേക്കുന്ന 20 പദ്ധതിക്കകത്ത് അവർ പറഞ്ഞേക്കുന്നത് ഞങ്ങൾക്ക് അവിടെ ഒരു സ്വതന്ത്രമായിട്ട് ഉള്ള ഒരു ബോഡി വരുന്നതിനകത്ത് കുഴപ്പമില്ല. പാലസ്തീനകത്ത് നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറിയാൽ ഞങ്ങൾ ആയുധം താഴ്ത്തി വെക്കാം. പാലസ്തീനകത്തു നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞാൽ ഹമാസിന്റെ പാലസ്തീൻ ഏതാ? ഗസ ഉൾപ്പെടെയുള്ളതാ. ഗസ വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ തയ്യാറാവൂ? അവിടുത്തെ നിയന്ത്രണം ഈ ഇസ്രായേലിന്റെ കയ്യിലല്ലെങ്കിൽ എപ്പോഴും ഈ പറയുന്ന പോലെ ഒക്ടോബർ 7 ഏത് സമയവും ആവർത്തിക്കാൻ പറ്റുമല്ലോ. അത് ആവർത്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അവസരമാണല്ലോ ഈ അവർക്ക് സാധനം എത്തിക്കുന്നതിന്, പൈസ എത്തിക്കുന്നതിന്, ഫണ്ട് എത്തിക്കുന്നതിന് എല്ലാം നടക്കുന്ന ഈ ഈസി ആയിട്ട് നടക്കും. ഈ അവിടെ മൊത്തം കടലല്ലേ, അവിടെ കൂടെ നടക്കും. അപ്പം ആ നിയന്ത്രണം മാറ്റിയിട്ട് പാലസ്തീൻ മൊത്തത്തിൽ പിടിക്കുമെന്ന് പറയുന്ന ഒരു സ്റ്റൈലിലാണല്ലോ ശരിക്കും പറഞ്ഞാൽ ആര് നിൽക്കുന്നത്? ഇസ്രായേൽ പിടിക്കുന്നത്. പാലസ്തീൻ എന്ന് പറഞ്ഞാൽ രാജ്യമേ നാളെ ഉണ്ടാകത്തില്ല. ഇപ്പം ഞാനും സിനുജിയും കൂടെ ഒരു തർക്കം ഉണ്ടാകുമ്പം എങ്ങനെയാ തർക്കത്തിനകത്ത് ഒരു കോംപ്രമൈസ് ടോക്കിനകത്ത് വരണമെങ്കിൽ നിങ്ങൾ പാലസ്തീൻ മൊത്തം ഞങ്ങൾക്ക് വേണമെന്ന് പറയും. അപ്പോൾ ഒരു ആൾ വന്നിരുന്നു കോംപ്രമൈസ് ടോക്ക് ചെയ്യും. അത് പാലസ്തീൻ, വെസ്റ്റ് ബാങ്ക് ഒഴിച്ചിട്ട് ഗസ ഉൾപ്പെടെയുള്ളവർ നിങ്ങളുണ്ടോ? ഈ ഒരു ചർച്ചയെ അവസാനം വരാൻ പോകുന്നത്. ഈ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവർ തമ്മിലൊരു മാനസികമായിട്ടുള്ളൊരു ഐക്യം കാണും. അമേരിക്കയും ഈ പറയുന്ന ഇസ്രായേലും തമ്മിൽ. കാരണം ഞാൻ ഒരു കാര്യം, ഈ പാലസ്തീൻ മൊത്തത്തിൽ പിടിച്ചാൽ ഇപ്പം തന്നെ ഗസയിലുള്ള ആൾക്കാരെ എവിടോട്ട് വിടും? ഇപ്പം തന്നെ അവിടുന്ന് പാലായനം ചെയ്യുന്നു. അവരെ ഈജിപ്റ്റ് കയറ്റാൻ ഒക്കത്തില്ല. ഈ പറയുന്ന വേറെ ജോർദാനിലോട്ട് എടുക്കത്തില്ല. ഈ ഒരു മുസ്ലിം രാജ്യങ്ങൾക്ക് അവരെ വേണ്ട. പണ്ടല്ലേ TG പറഞ്ഞതുപോലെ ഒരു 50,000 എണ്ണത്തിനെ ഇവിടെ കൊണ്ടുവരും. നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർ ഓരോരുത്തരെ വീട്ടിൽ കൊണ്ടുപോകും. അതിനാരും തയ്യാറല്ലെന്ന് പറയുന്നവർക്ക്. അപ്പം ഞാൻ ചോദിച്ചിട്ട് ഈ പാലസ്തീനും കൂടെ പിടിച്ചിട്ട് അവിടുത്തെ ആൾക്കാരെ ഒഴിപ്പിച്ച് എവിടെ കൊണ്ടുപോകും? അപ്പോൾ അത് നടക്കുന്ന കാര്യമേ അല്ല. അപ്പോൾ ഇവരുടെ ഉദ്ദേശം ഇവർക്ക് ഈ ഒക്ടോബർ 7 ആവർത്തിക്കാതെ ഇരിക്കണം. ഒരു പക്ഷേ ഈ പറയുന്ന പ്രോക്സികളെ വെച്ചിട്ട് നിരന്തരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഈ പറയുന്ന ഇസ്രായേലിനെ നിരന്തരമായിട്ട് ആക്രമിക്കുന്നതിന് ഇവർക്കെല്ലാം താല്പര്യമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആക്രമണം മാറിയാലേ ഉള്ളൂ സുന്നിയും ഷിയായും മറ്റവനും മറിച്ചനും എല്ലാം കൂടെ അടിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. ഇവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഒരു പ്രശ്നം തന്നെയല്ല, പൂച്ചയെലിയും പോലുള്ള ഒരു ഇതാണ്. ജൂതന്മാരെ ഈ പറയുന്ന അറബ് രാജ്യങ്ങൾക്ക് മാനസികമായിട്ട് അവർ കണ്ടുകൂടാ. അത് ഏത് രീതിയിൽ ചോദിച്ചാൽ നൂറ്റാണ്ടുകൾ പുറകോട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇത് തന്നെയാണല്ലോ. അപ്പം ഇത് ഇപ്പം തൽക്കാലത്തേക്ക് ഒരുപക്ഷെ ഞായറാഴ്ചയ്ക്ക് ഇപ്പുറം ഭാഗികമായിട്ട് അംഗീകരിച്ചു, ബാക്കി ചർച്ചയിലൂടെ പരിഹരിക്കാം, ഇടനിലക്കാർ നിൽക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് ചിലപ്പം ഒരു വെടിനിർത്തലിന് അവിടെ വെച്ച് തന്നെ പാലസ്തീൻ ഈ പറയുന്ന ഇസ്രായേൽ തയ്യാറായിട്ടുണ്ട്. ഈ ഗാസയുടെ ഒരു ഉറപ്പ് വേണം. അപ്പോൾ ഗാസയ്ക്കയുടെ ഒരു ഉറപ്പ് ഭാഗികമായിട്ട് ഉണ്ടായാൽ മതി. നാളെ വെടിനിർത്താം, പിന്നെ എപ്പോഴാന്ന് വെച്ചാൽ തുടങ്ങിയാൽ മതിയല്ലോ ആവശ്യത്തിന്. മനസ്സിലാകുന്നുണ്ട്. ആ ഒരവസ്ഥയിലേക്ക് വരത്തുള്ളൂ. അല്ലാതെ ഇത് ഒരിക്കലും ശാശ്വതമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ. രണ്ടാമത് എന്തുവായി ഈ പറഞ്ഞ ഹമാസ് എന്ന് പറഞ്ഞ ഹമാസിന്റെ ഉദ്ദേശം എന്തോ? ഹമാസിന്റെ നിലനിൽപ്പ് എന്തോ? ഹമാസിന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ഏതവസരത്തിലും ഈ പറയുന്ന ഇസ്രായേലിനെ ചൊറിയോ, അവിടുന്ന് പണി മേടിക്കുകയോ, അതിൻ്റെ ഫോട്ടോ എടുക്കുക, ഫോട്ടോഷൂട്ട് നടത്തുക, എന്നിട്ട് ലോകത്ത് മൊത്തത്തിനകത്തുനിന്ന് പിരിവ് നടത്തുക. ആ പിരിവ് കൊണ്ട് ബഹുമാരുടെ കുറേ നേതാക്കന്മാർ ഈ ഖത്തർ പോലെയുള്ള സ്ഥലത്ത് പോയിരുന്ന് ഈ ജീവിക്കുക. ലോകത്ത് എക്കാലത്തും ഈ പറയുന്ന പോലെ ഭീകരവാദം വളർത്തിക്കൊണ്ട് പോകുന്നത്. ഈ യുദ്ധം നിന്നാൽ പിന്നെ ഹമാസ് ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോക്സികളുണ്ടോ? അപ്പൊ ഈ പ്രോക്സികളൊക്കെ തന്നെത്താൻ ഉണ്ടായതും സഹായമില്ലാതെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റുന്നില്ല പ്രശ്നം ഉണ്ടാക്കിയിട്ട്. പിന്നെ എങ്ങനെയാ ഈ പ്രോക്സികൾ നിലനിൽക്കുന്നത്? അപ്പോൾ പ്രോക്സികൾ നിലനിൽക്കണമെങ്കിൽ ഇതിന്റെ പുറകിൽ ഇതുപോലെ അവർക്ക് ബലം കൊടുക്കുന്നതും ഫണ്ട് കൊടുക്കുന്നതും അവർക്ക് ഈ ആയുധം കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ളതാണ്. ഞാൻ ചോദിച്ചോട്ടെ,
ഗാസ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്. ഗാസ കണ്ട കുറെ തകർന്ന ഒരു പ്രദേശം, കുറെ കല്ലും മണ്ണും മാത്രം. എവിടെ സിനുജി ബന്ദികള്? അതറിയത്തില്ല. എന്റെ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പറ. എവിടെ അപ്പൊ ഈ ബന്ദികൾ? എന്തുവാ ഈ തുരങ്കങ്ങളിലെങ്ങും ഇവരുടെ പ്രദേശങ്ങളിലെങ്ങും ബന്ദികളെ വെച്ചേക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ എന്തുവായാലും ഹമാസിന് ഇല്ല. അതുപോലെ സംവിധാനമുള്ള ഒരു രാജ്യം തന്നെയാണ് ഇസ്രായേൽ. അപ്പൊ ബന്ദികളെ സൂക്ഷിക്കണമെങ്കിൽ ശക്തമായിട്ടൊരു സംവിധാനം വേണോ? ആ സംവിധാനം ഇതുപോലുള്ള സുരക്ഷിതമായിട്ട് ബന്ദികൾ എവിടെ ഇരിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റും ഇസ്രായേലിന്. ഇതുപോലെ ഇവരെ സഹായിക്കുന്ന ഒരു രാജ്യത്തിരിപ്പുണ്ട്. അപ്പൊ ഇസ്രായേലിന് ഇപ്പൊ ഇത്രയും ആക്രമണം നടത്തുമ്പോൾ അതിന്റെ മുക്കും മൂലയൊക്കെ അറിയാം. ഏതെങ്കിലും ബങ്കറിനുള്ളിലോ ഏതെങ്കിലും ഘട്ടത്തിനുള്ളിലോ ഉണ്ടെങ്കിൽ ഇസ്രായേലിന് ഇതിനെ കണ്ടുപിടിക്കാം. പക്ഷെ അവരത് ചെയ്യുന്നില്ല. കാരണം ഇത് പറഞ്ഞിട്ട് ഗസയിൽ അവർ മുന്നേറ്റം നടത്തുന്നു, ഹമാസിനെ തീർത്ത് കിട്ടുന്നു അല്ലേ? പക്ഷെ ഇത് ഹമാസിനും അറിയാം ഇവർ വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ചതെന്ന് ഇസ്രായേലിന് അറിയാം. പക്ഷേ അവന്മാരുടെ ലക്ഷ്യം ഞങ്ങളെ തീർക്കാനുള്ള നീക്കമാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ താൽക്കാലികമായിട്ട് ഇതിനോട് യോജിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ സമ്മതിക്കുമോ? ഇനി ഇസ്രായേൽ സമ്മതിക്കുമോ എന്ന് ചോദിച്ചാൽ ഇപ്പം അമേരിക്ക പറയുന്ന കാര്യം ഞങ്ങൾ സമ്മതിക്കാം. ഇവരുടെ താൽക്കാലിക സംവിധാനം അമേരിക്കയ്ക്ക് ഇതാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കും. ഏതൊരവസരത്തിലും ഇനി അക്രമം ഉണ്ടായെങ്കിൽ തിരിച്ചടിക്കും, ഇതിന് സഹായകമാകുന്നവർ തിരിച്ചടിക്കും. ഈ നിലപാടിൽ ഇസ്രായേൽ നിൽക്കുന്നത്. ഇസ്രായേൽ പറഞ്ഞാൽ ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ അതിനകത്ത് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ പ്രോക്സികളാണ്. അതിന് പ്രധാനപ്പെട്ട പ്രോക്സി ഹമാസ് ആണ്. ഹമാസ് ഈ പറയുന്ന ഗാസയിലാണ് വിഷയം ഉണ്ടാക്കുന്നത്. ഗാസയിൽ നിന്നുകൊണ്ടാണ് ഈ ആക്രമണം എല്ലാം നടത്തുന്നത്. അപ്പോൾ അവര് യുദ്ധം നിർത്താൻ തയ്യാറാകുന്നു, അല്ലെങ്കിൽ അതിനകത്ത് അമേരിക്ക വെച്ച കരാറിനോട് യോജിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്ക ഈ തൽക്കാലത്തേക്ക് ചില പ്രശ്നങ്ങളുണ്ട് അതും കൂടെ ചർച്ച ചെയ്ത് തീരണം, അത്ര നേരം ഞങ്ങൾ യുദ്ധം നിർത്താമെന്ന് പറഞ്ഞ് ഇസ്രായേൽ പറയും. ഇസ്രായേലിന് ഒരു പക്ഷേ പറയും. അതിനുവേണ്ടിയാണല്ലോ ഈ ചർച്ച. അതിനുശേഷം അതിൽ അനൗൺസ് പൂർണ്ണമായിട്ട് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, ഇസ്രായേൽ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇസ്രായേൽ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. നാളെ കാലത്തെ വെടിനിർത്തൽ എന്ന് പറയുന്ന സംവിധാനം പൊളിയും. ആര് പൊളിക്കും? ഹമാസ് പൊളിക്കും. ഹമാസിനൊരിക്കലും സമാധാനം എന്ന് പറയുന്ന സാധനം ഉദ്ദേശിക്കാൻ പോലും പറ്റത്തില്ല. കാരണം സമാധാനം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിനകത്തൂടെ വന്നാൽ ആർക്ക് നേട്ടം? ഇസ്രായേലിന് മാത്രം നേട്ടം. ഇവർക്ക് പിന്നെ അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസാ. പിന്നെന്തിനാ അപ്പ ഈ ഹമാസ് പാലസ്തീൻ വിമോചനം, പാലസ്തീൻ സേഫായ പിന്നെ ഹമാസ് ഉണ്ടോ? പിന്നെ ഇവരെവിടെ എന്തുവാണ് കച്ചവടം, എന്തുവാണ് ജീവിതം? ഇത് തന്നെയാണ് സംവിധാനം. അപ്പം ഇത് ഒരിക്കലും തീരുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാവത്തില്ല. ഈ പറയുന്ന ഹമാസ് എന്ന് പറയുന്നതിനെ അങ്ങനെ തന്നെ നിലനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഏതവസരത്തിലും ഉപദ്രവിക്കുന്നതിനും സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകുന്നതിനും ഉള്ള സാധ്യത ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോക്സികളാണ്. ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് മൊത്തം ലോകക്രമത്തിനകത്ത് രാജ്യങ്ങൾ ഇങ്ങനെ നിൽക്കണം, അങ്ങനെ നിയമങ്ങളുണ്ട്. അതിനകത്ത് വ്യത്യാസം വരുമല്ലോ ഇപ്പോൾ എത്ര ആയാലും. അപ്പോൾ അങ്ങനത്തെ യുദ്ധം ചെയ്യാൻ പറ്റാത്തതിന് ഈ പറയുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കി വെക്കുന്ന ഒരു സംവിധാനം തന്നെയാണ്. ഇത് ആരുണ്ടാക്കി എന്തുണ്ടാക്കിയതിനെ പറ്റി ദീർഘമായിട്ട് ചർച്ച ചെയ്താലോ, നമ്മൾ വിശാലമായി ചർച്ച ചെയ്താൽ ചിലപ്പോൾ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അതിശയം തോന്നും, ഇതിങ്ങനെയൊക്കെയാണോ. അപ്പം ഇതിങ്ങനെ ഉണ്ടാകും. തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ശാശ്വതമായ പരിഹാരമേ അല്ല. അത് ചില ആൾക്കാർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് തോന്നുന്നതാണ്. തൽക്കാലത്തേക്കുള്ള സമയത്ത് ഇത് എപ്പോൾ വേണമെങ്കിലും ഇത് വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ വെടിനിർത്തൽ തീർന്നു. രാത്രി ഇപ്പം ഞായറാഴ്ച വെടിനിർത്തൽ, തിങ്കളാഴ്ച കൊണ്ടൊന്നും ഇസ്രായേലും ഇട്ടാൽ തീർന്നില്ലേ? ഇസ്രായേലിന്റെ നേരത്തെ വെടിനിർത്തൽ നിങ്ങൾ കണ്ടില്ലേ? പകല് മൊത്തം വെടിനിർത്തും, രാത്രി മൊത്തം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത് വരും. അപ്പോൾ നമ്മൾ എത്ര പറയുമ്പോഴും ആ രാജ്യത്തിന്റെ ഒരു നിലനിൽപ്പിന്റെ വിഷയമാണ്. നമ്മൾ കാണേണ്ട ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ എത്ര വലിപ്പമുണ്ട്, എത്ര ആളുണ്ട്, അതിനകത്ത് ജൂതന്മാർ എത്ര ഉണ്ട്? 60 കണക്കനുസരിച്ച് 60 ലക്ഷം ഉണ്ട്, ബാക്കി 40 ലക്ഷം ഈ പറയുന്ന മുസ്ലിങ്ങളാണ്. ഈ രാജ്യത്തിനകത്തേക്ക് ഒരു വൃത്തിയുള്ള എന്ന് വെച്ചാൽ വലിയ വലിപ്പമൊന്നും വേണ്ട, വലിയ വലിപ്പമില്ലാത്ത ഒരു അണുവായുധമോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രഹരശേഷിയുള്ള ഒരു ആയുധമോ വീണാൽ തീരുന്ന രാജ്യം. പിന്നെ ലോകത്തിൽ പോലും ജൂതന്മാരുണ്ടാവത്തില്ല, ആ രാജ്യം ഉണ്ടാകത്തില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യം. അപ്പം അവർ 4 വഴിക്ക് നോക്കി ഇവരെ നശിപ്പിക്കാൻ വേണ്ടി ലോകം മൊത്തം അല്ലെങ്കിൽ സംവിധാനങ്ങൾ നിൽക്കുക. ഇപ്പോഴും ഞാൻ ചോദിച്ചോട്ടെ, ഖത്തറിനെ ഒന്ന് ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാം അവിടെ കൂടിയോ? ആലോചിച്ചതിന് ശേഷം തീരുമാനം കൊണ്ടുവരാത്ത എന്താ? അടിച്ചാൽ തിരിച്ചടി കിട്ടും. ഈ 48 തുടങ്ങിയതാണോ ഈ സംവിധാനം? 48 അന്നത്തെ അവസ്ഥയിൽ ഉണ്ടായി വരുന്ന സമയത്ത് ഈജിപ്റ്റ് അന്നത്തെ ഏറ്റവും പ്രബല ശക്തി, ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള അന്ന് 7 രാജ്യങ്ങൾ ഇവരെ ആക്രമിച്ച ഇസ്രായേൽ 67 ആക്രമിച്ചു. എപ്പോഴും ആക്രമിക്കാത്ത? ഇപ്പൊ ഏതവസരത്തിലും ഇത് ഉണ്ടാവും. ഇവരെ നശിപ്പിക്കാനൊരു സാധ്യത ഉണ്ടെങ്കിൽ അതിന് ഏതവസരവും നോക്കിയിരിക്കുന്നതാണെന്ന് ഇസ്രായേലിനറിയാം. അതാ ഇസ്രായേൽ പറയുന്നത്, നിങ്ങൾക്കൊക്കെ ആയുധം താഴെ വെച്ചാൽ, നെതന്യാഹു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പറഞ്ഞൊരു വാചകമാണ്, നിങ്ങൾക്കൊക്കെ ആയുധം താഴെ വെച്ച സമാധാനം കാണും, ഞങ്ങൾക്ക് എന്ന് ആയുധം താഴെ വെക്കുന്നു അന്ന് ഞങ്ങളുടെ രാജ്യം കാണത്തില്ല.
ഇസ്രായേൽ ആയുധം തകർക്കാൻ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ പാലസ്തീൻ അതോറിറ്റി ഉണ്ടല്ലോ, അവിടുത്തെ നേതാവ് പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറയാം. അദ്ദേഹം പറയുന്നത് ഈ ഹമാസ് ആയുധമെല്ലാം ഞങ്ങൾ പലസ്തീൻ അതോറിറ്റിക്ക് മുമ്പ് വെക്കുക, എന്നിട്ട് കീഴടങ്ങിയിട്ട് നിങ്ങൾ പൊക്കുക, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് റൂട്ട് ക്ലിയർ ആക്കി തരാനായിട്ട് ഇസ്രായേൽ അല്ലെ അമേരിക്ക റെഡിയാകുമെന്ന് പറയും. പക്ഷേ ഈ പറയുന്ന പോലെ ഹമാസ് ആയുധം താഴെ വെച്ചാൽ പിന്നെ അവരുടെ ശക്തി തീർന്നു. അങ്ങനെ ശക്തി തീർന്നാൽ പിന്നെ പലസ്തീനിൽ അവർക്ക് നിന്നിട്ട് കാര്യമില്ല. മാത്രമല്ല പലസ്തീൻ ജനതയുടെ ഒരു സംരക്ഷണം ഹമാസിൻ്റെ ലക്ഷ്യമേ അല്ല, അവരുടെ ലക്ഷ്യം ഇസ്രായേലിനെ തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ ഇപ്പം പറഞ്ഞ് ഞങ്ങൾ ബന്ധുക്കളെ വിട്ടുതരാം, തൽക്കാലം ഭരണത്തിൽ നിന്ന് മാറിക്കാം, പക്ഷെ ഞങ്ങൾ ആയുധം താഴെ വെക്കുമെന്ന് ഇവർ പറയുന്നില്ല. അന്ന് പറഞ്ഞാൽ ആയുധം വെച്ചാൽ തീർന്നല്ലോ ഹമാസ്. ഞാൻ പറഞ്ഞില്ല ആയുധം താഴെ വെക്കത്തില്ലെന്ന് പറയുന്നതിന്റെ ഒരു കാരണം അവർ പറഞ്ഞേക്കുന്നുണ്ട്, ഒരിക്കലും തീരത്തൊരു വിഷയമാണ്. പാലസ്തീന്റെ ഇതിനകത്ത് നിന്ന് ഇസ്രായേൽ പിന്മാറണം. പാലസ്തീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പാലസ്തീൻ ഏതാ? ഗാസ. അപ്പൊ പിന്മാറത്തേ ഇല്ല. മാത്രമല്ല ഈ പാലസ്തീനകത്ത് അവർക്കൊന്നും ആയുധമില്ല അല്ലെങ്കിൽ സൈന്യമില്ലാത്ത ഒരു രാജ്യമാണ് പാലസ്തീൻ എന്ന് പറഞ്ഞ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഈ പാലസ്തീനകത്ത് ഇടയ്ക്ക് വെച്ച് ഈ ഹമാസിനെതിരെ ഒരു മുദ്രാവാക്യവും അല്ലെങ്കിൽ ഒരു പ്രകടനമൊക്കെ നടന്നില്ല, അവനെ എല്ലാവരും അടിച്ച് നശിപ്പിച്ചില്ല. ഈ മാത്രമല്ല ഇപ്പം ലോകരാജ്യങ്ങൾ സഹായിക്കുന്നു, ഈ സഹായിക്കുന്ന സാധനം മൊത്തം വഴിക്ക് വെച്ച് തട്ടിയെടുത്ത് ഇവന്മാർ അവിടെ കൊണ്ടുവന്ന് സൂപ്പർ മാർക്കറ്റ് പോലെ കട ഉണ്ടാക്കി വെച്ചിട്ട് അവിടുന്ന് കച്ചവടം ചെയ്യും. അവർക്ക് പാലസ്തീനൊന്നും അല്ല പ്രശ്നം, അവർക്കടെ പ്രശ്നം ഞാൻ ഈ പറഞ്ഞ തന്നെ പാലസ്തീൻ വിഷയം ഇങ്ങനെ കാണിച്ചുകൊണ്ട് ലോകത്ത് ഞങ്ങൾ പാലസ്തീൻ്റെ ആൾക്കാർ, ഒരു പാലസ്തീനും ഇല്ല, ഒരു മനുഷ്യത്വവും ഇല്ല, ഒരു മര്യാദയില്ല. ഈ പറയുന്നത് പോലെ നമ്മൾ കാണുന്നില്ല, കൊച്ചു പിള്ളേരുടെ കയ്യിൽ വരെ അരയിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കൈ വരെ തോക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ബലമായിട്ടോ അല്ലാതെയോ ആ പാലസ്തീനെ മൊത്തം ഹമാസ് ആക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹമാസ് അത് ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ പ്രാവശ്യം ബന്ദികളെ വിട്ടതിന് ശേഷം നമ്മൾ കണ്ട്, ബന്ദികളെ വിട്ടതിന് ശേഷം ബന്ദികളെ മോചിപ്പിക്കാൻ വന്ന ഹമാസ് എങ്ങനെ ഇരുന്നു? ഇത്രയും ജനക്കൂട്ടം ഇടുന്ന അപ്പൊ ഹമാസ് ഉണ്ടോ? ഇല്ല, ഉണ്ടല്ലോ, വളരെ വലിയ വലിപ്പത്തിലുണ്ടല്ലോ. അപ്പൊ ഇത് എവിടുന്ന് വരുവോ? ഞാൻ അപ്പം ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ബന്ദികൾ എവിടെ ഇരിക്കുന്നത്, ബന്ദികൾ എവിടെ ഇരിക്കുന്നതെന്ന് സിനുജി പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഈ ഇസ്രായേലിന് അറിയാമെന്ന് വെച്ചു. ഇസ്രായേലിന് അറിയാമെന്ന് വെച്ചാൽ പോലും ഇസ്രായേലിന് അങ്ങനെ കടന്നു കയറി അവിടുന്ന് ബന്ദികളെ മോചിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. അതുപോലുള്ള രാജ്യങ്ങളായിരിക്കും ഇവരെ സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഹമാസിന് സംരക്ഷണം ഉണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ഈ ഹമാസിന് ആയുധങ്ങളും പണവും ഒക്കെ കൊടുക്കുന്ന രാജ്യങ്ങളായിരിക്കില്ലേ ഇവരോട് പറയുന്നത് അമേരിക്കയായിട്ടുള്ള കരാറിലൊന്നും ഒപ്പിടണ്ട, നിങ്ങളിപ്പം തൽക്കാലം സമ്മതിച്ചു എന്ന് അവരോട് പറയുമ്പോൾ ട്രംപ് ഒന്ന് മയപ്പെടും. അങ്ങനെ മയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചർച്ച നടത്താം. അപ്പോൾ ഈ ചർച്ച നടത്തുമ്പോൾ താൽക്കാലിക വെടിനിർത്തൽ എന്ന് പറയുന്നത്, പക്ഷേ ഹമാസിനെ തീർക്കാതെ ഞങ്ങൾ പിന്മാറില്ല എന്ന് നെതന്യാഹു തീർത്തു പറഞ്ഞു. അപ്പോൾ ഇവരെ തീർക്കണമെങ്കിൽ ഇവരൊന്നിൽ ആയുധം വെച്ച് കീഴടങ്ങണം, അല്ലെങ്കിൽ ബന്ദികളെ വിട്ടു നൽകണം, അല്ലെങ്കിൽ ഈ രാജ്യം വിട്ടു പോകണമെന്ന് പറഞ്ഞു. രാജ്യം വിട്ടുപോയാൽ ഇവർക്ക് അഭയം നൽകാൻ ഒരു രാജ്യവും തയ്യാറല്ല. മാത്രമല്ല ഈ ഹമാസിനെ അനുകൂലിക്കുന്ന കുറേ അധികം ആൾക്കാർ എന്തായാലും അവിടെ ഉണ്ട്, മാനസികമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരെയൊക്കെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഗസ എന്ന് പറയുന്ന കടലോര മേഖല മുഴുവൻ ഇസ്രായേലിൻ്റെ സ്വന്തമാണ്. അത് ഒരു കാരണവശാൽ ഹമാസ് അംഗീകരിക്കത്തില്ല. അപ്പോൾ ഈ ഞായറാഴ്ച വൈകിട്ട് 6 മണി അമേരിക്കൻ സമയം എന്ന് പറയുന്നത്, ഈ സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പം ഈ ഇത്രയും കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം ഇപ്പം പറഞ്ഞു കേട്ടില്ല, ഒരു പരിധിവരെ അവർ അംഗീകരിച്ചു, നമുക്ക് തുടർച്ചയാവാം. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് തൽക്കാലത്തേക്ക് വെടിനിർത്തൽ നടത്തും. നാളെ കാലത്ത് ഏത് സമയം തുടങ്ങുന്ന സംവിധാനമുണ്ട്. ബൈഡന്റെ കാലത്ത് ഈ പറയുന്ന ഖത്തർ എന്ന് പറയുന്ന സ്ഥലത്ത് ഹമാസിന്റെ നേതാക്കന്മാരെ ബൈഡന്റെ അനുമതിയോടുകൂടി അവിടെ താമസിപ്പിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ബൈഡൻ ചർച്ച നടത്തുമായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമില്ലേ, ബൈഡൻ ചർച്ച നടത്തും. എന്തോ ഉമാരോട് ചർച്ച നടത്താനെന്തു? പണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇപ്പൊ കാശ്മീരിലെ വിഘടനവാദികളെ വിളിച്ചിട്ട് ചർച്ച ചെയ്യുന്ന പോലെ. അപ്പൊ ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണ് ആവശ്യമുള്ള. തീർച്ചയായിട്ടും അമേരിക്ക ലോകത്ത് മൊത്തവും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്സ്, അതായത് നമ്മൾ പറയാം വിഷയങ്ങൾ ഉണ്ടായാലല്ലേ ഇടപെടാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. രാഷ്ട്രീയക്കാരൻ്റെ ഒരു ശൈലി അറിയത്തില്ല, വിഷയങ്ങൾ ഉണ്ടായാലും ഇടപെടാൻ പറ്റും. വിഷയങ്ങളപ്പോൾ അവരുണ്ടാക്കും ഓട്ടോമാറ്റിക്കലി. ഇത് തന്നെ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അമേരിക്കയ്ക്ക് ഇതിനകത്തൊക്കെ പൂട്ട് വീഴാൻ പോവുക. അമേരിക്കയുടെ ഈ ഗിമിക്ക് ഏത് ഘട്ടം വരെ പോകും എന്നുള്ള കാര്യത്തിനെ പറ്റി നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ രീതിയിൽ ഈ പറയുന്ന ലോകത്തിലെ നമ്പർ 1 രാജ്യമായിട്ട് നിൽക്കുന്ന അമേരിക്ക പൊളിയാൻ പോകുന്നു. അതിന് ഉദാഹരണമാണ് നമ്മളോടുള്ള കളി, അതിനുശേഷമുള്ള മുറിവുറുപ്പ് കണ്ടിട്ട്. ഇപ്പൊ തന്നെ ഇസ്രായേലിന് ഇത് പൂർണ്ണ തൃപ്തിയിലൊന്നും അല്ല ഈ അമേരിക്കയുടെ ഈ കളി. അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ കളിക്കുന്ന കളി എന്തുവാന്നുള്ള കാര്യം വളരെ കാലം കൊണ്ടറിയാം. ഇനി അങ്ങനെ നിന്നു കൊടുക്കണോ വേണ്ടായോ എന്ന് ഒരുപക്ഷെ ഇസ്രായേൽ തീരുമാനിച്ചാലോ അങ്ങനെ തീരുമാനിക്കുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി നമുക്കറിയത്തില്ല. പക്ഷെ അങ്ങനത്തെ ചില വർത്തമാനങ്ങൾ ഖത്തറിനെ ആക്രമിച്ചപ്പോഴും ഒക്കെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വന്നു, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കാര്യം തീരുമാനിക്കാൻ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതൊക്കെ രീതിയിൽ ഇത് ശരിക്കും പറഞ്ഞാൽ വെടിനിർത്തൽ എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വരുമെന്നുള്ളതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഇത് അതിവിദൂരമല്ല. കാരണം അതിവിദൂരമല്ല എന്ന് പറഞ്ഞാൽ ഈ വെടിനിർത്തലിന് കൊണ്ട് സംഭവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തൊരു സമാധാന രാജ്യം ഉണ്ടായാൽ ഹമാസ് ഇല്ല. അതിന് ഒരുപക്ഷെ ഈ പറയുന്ന പോലെ ഇസ്രായേലിനെ എതിർക്കുന്ന ഈ ഹമാസ് അല്ലല്ലോ ഈ പറയുന്ന ഹമാസ് എങ്ങൊന്നും മേളിൽ നിന്ന് സ്വയംഭൂവായിട്ട് അല്ലെങ്കിൽ സ്വയംഭൂവായിട്ട് വന്ന പൊട്ടി വീണതൊന്നുമില്ല. അതിൻ്റെ പുറകിൽ ആളുണ്ട്,
അപ്പോൾ അത് അവസാനിക്കാനുള്ള സാധ്യതയും കുറവാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.